രസല്ലേ റോട്ടിന്ന് കയറി പോയല്ലോ നടന്നു പോവാ. അപ്പൊ നമ്മളെ റോഡ് നോക്കിയേ, അടിപൊളി റോഡ് കേട്ടോ. ഇതില് പൊടി ഇടാണ്ട് ഇപ്പിടും. അപ്പൊ ഇന്നലെ അങ്ങനെ ഒരു പശ ആക്കി ഇട്ടതായിരുന്നു, ഇന്നത് ടാറിങ് ആക്കി. ഇനിന്താ ഒരു പൊടി ഇടും. നമ്മളെ മതിലുണ്ടല്ലേ, അതിലും കുറച്ച് ചിത്രപ്പണികളൊക്കെ. എന്നാലും നമ്മളെ റോഡ് അടിപൊളി. പെയിന്റ് അടിച്ചാണ്. പിന്നെ കുറച്ചുകൂടി കറുപ്പ് പെയിന്റ് അടിച്ചാൽ നമുക്ക് അതും കൂടി അടിപൊളിയാക്കാം. റോഡ് അടിപൊളി, പെയിന്റ് നമ്മള് പെയിന്റ് ആയതല്ല. പെയിന്റ് ആയതല്ല വിഷയം, റോഡ് നന്നായി കിട്ടി, വണ്ടി നേർക്ക് പോവാൻ. പൊടി പാറൂല, വണ്ടി ശരിക്കും എടുക്കാം നമുക്ക്. മറ്റത് എന്ത് വണ്ടി പോകുമ്പോഴും ആകെ കുണ്ടും കിടങ്ങുന്നൊക്കെ പറഞ്ഞ് ആകെ നാശമായിരുന്നു. പക്ഷെ റോഡ് സെറ്റ് ആയിട്ടോ. അപ്പൊ അതിനൊക്കെ കാട്ടി തന്നതാണ് ഫസ്റ്റ് തന്നെ കേട്ടോ നമ്മളെ വിശേഷം. അപ്പൊ എല്ലാവർക്കും നമ്മളെ വിശേഷത്തേക്ക് സ്വാഗതം. പിന്നെ നമ്മളെ വീട്ടിലേക്ക് നമ്മള് കുറച്ച് സാധനങ്ങൾ വാങ്ങി, വീട്ടിലേക്ക് വാങ്ങിയതിന്റെ പുറത്ത് നമ്മളെ പുതിയ അടുക്കളയ്ക്ക് വാങ്ങി എന്ന് പറയുന്നതാണ് ഒന്നും കൂടി ഒരു ഭംഗി കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. വീടിന്റെ പണി കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മളൊന്നും കൂടെ ഇങ്ങനെ ഇറങ്ങി നോക്കിയാണ്. അതെ, ആദ്യം നമ്മള് റോട്ടിൽ കൂടി അല്ലേ വരിക. റോഡിന്റെ പണി കാണിച്ചാൽ നേരെ ആകാംക്ഷ വന്നതേ. പിന്നെ നമ്മളെ അടുക്കളേന്റെ പണി ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇന്ന് പണി ഉണ്ടായിരുന്നില്ല. പണിക്കാർ വരും, നാളെ വരും. ഇനി ഉണ്ട് കേട്ടോ, കുറച്ച് ദിവസത്തെ പണിയും കൂടി ഉണ്ട്, എന്നാലേ അത് തീരുള്ളൂ. 5 ദിവസം ഉണ്ടാവും. കാരണം കൊറേ ആൾക്കാർ പണിക്കില്ല, അതുകൊണ്ടാണത് കുറച്ചിങ്ങനെ. രണ്ടാളെ എടുക്കുള്ളൂ. ഒരാളാണ് അത് ആള് എടുക്കണ ആള്, മെയിൻ ആള്. പിന്നെ ചിലപ്പോ അത് പതുക്കെ പോളൂ. പിന്നെ ടൈൽസ് പണി അറിയുമ്പോ അങ്ങനെ ധൃതി പിടിച്ച് പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ കഴിയില്ല. പെട്ടെന്ന് എടുക്കാൻ വിചാരിച്ചു. മണ്ണൊക്കെ നിരത്തിട്ട് ഇത് അളന്ന് മുറിച്ച് കറക്റ്റ് ഫില്ല് ചെയ്ത് വെക്കുന്നത് കുറച്ച് പണി തന്നെയാണ്. കാണാൻ ഭംഗിയാണ്, പക്ഷെ അത് ചെയ്ത് വരുമ്പോഴേക്കും കുറച്ച് നിലം കോൺക്രീറ്റ്, പിന്നെ മണലും ഇട്ട് സിമെന്റോടും കൂട്ടി നിരത്തണം. പിന്നെ അതിന്റെ മോളെ സിമെന്റ് കലക്കി വെക്കണം. പിന്നെ അല്ലേ ടൈൽസ് വെക്കണ്ടേ. അപ്പൊ ഇന്നത്തെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. ഒരു പ്രത്യേക കാര്യങ്ങൾ ഒരു കാര്യം ഉണ്ടായില് നമ്മൾ കാണിച്ചു തരാം. എല്ലാവർക്കും പ്രയോജനമുള്ള ഒരു കാര്യം ഉണ്ടായി കാണിക്കാണ് കേട്ടോ. ഫസ്റ്റ് നമുക്ക് അടുക്കള കണ്ടിരുന്നിട്ട് കാണിച്ചു തരാം. അപ്പൊ ഞാൻ വീട്ടിൽ ഇന്നും പോയിരുന്നു കേട്ടോ. അച്ഛൻ്റെ ബലിയിട്ട ദിവസമായിരുന്നു ഇന്ന്. അപ്പൊ അങ്ങനെ അമരമ്പലത്ത് പോയിട്ട് ബലിയൊക്കെ ഇട്ട് വന്നു കേട്ടോ. അതിന് പെയിന്റ് അടിച്ചാ കണ്ടോ, മട്ടി പെയിന്റ് അടിച്ച്. എന്തറിയോ, പെയിന്റ് അടിക്കുമ്പോ സാധനം എടുക്കണം പറഞ്ഞു. ഇവിടെ ഇങ്ങനെ പെയിന്റ് അടി. അപ്പൊ ഞാൻ നിർത്തി വെച്ചാ ഇനി ഒഴിവുണ്ടാകുമ്പോൾ ചെയ്തെന്നുള്ളൂ. ലൈറ്റ് ഇല്ല കേട്ടോ നമുക്ക്. എന്താ കുറച്ചുകൂടി ഭംഗി ഇടിയില്ലേ, ലൈറ്റ് വേണം, അപ്പോഴേ മനസ്സിലാവുള്ളൂ. ഇപ്പൊ ലൈറ്റ് ഇല്ല. ഇത്ര വരെ ആയില്ലേ. ഇനിയിപ്പോ നാളെ കാണിച്ചു തരാന്ന് കേട്ട് നിൽക്കുക. അപ്പൊ ഒരു ക്ഷമല്ല. അപ്പൊ എന്താണ് ഇവിടെ ഒരു പീസ് ഗ്രാനൈറ്റിന്റെ ഒരു കഷ്ണം ഇവിടെ വെക്കാനുണ്ട്. അതേപോലെ 4 ദിവസത്തെ പണി കേട്ടോ. അപ്പൊ ഇനി 2 ദിവസം കൂടി ഇതിനുള്ളിൽ വരുന്ന പറഞ്ഞ് സോക്കേഴ്സിന്റെ ഇവിടെ പീസ് വെക്കാനുണ്ട്. നമ്മൾ വിചാരിച്ച സംഭവമൊക്കെ നടത്താൻ പറ്റിയില്ല. പകരം നമ്മള് ഗ്രാനൈറ്റ് വെച്ചിട്ട് തന്നെ ഫില്ല് ചെയ്യാം. ചെറിയൊരു ലൈറ്റ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യണേ. ലൈറ്റ് ഇല്ലല്ലോ, വയറിങ് കഴിഞ്ഞിട്ടില്ല. വയറിങ്ങിന് ഇനി വരും. ഞാൻ വയറിങ്ങും അനേട്ടൻ്റെ ഇവിടുത്തെ ആ വർക്കും നമുക്ക് ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേഗം ഇങ്ങോട്ട് പോരാ. അപ്പൊ അതിലിങ്ങനെ ദിവസം എണ്ണി ഇരിക്കുകയാണ്. അടുത്ത മാസം എങ്കിലും ഇവിടേക്ക് പോരാൻ അടുക്കളയ്ക്ക് ഉള്ള ആ ഒരു ഇതിലാണ്. അപ്പൊ ഇവിടെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ അതാ നിലത്തിന്റെ ഈ അടിഭാഗമൊക്കെ ഒന്ന് റെഡിയാക്കണ്ട. അപ്പൊ നാളെ അതൊക്കെ തീരുന്ന് വിചാരിക്കുന്നുണ്ട്. ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ നേരെ അപ്പുറത്തേക്ക് പോകാം. അവിടെ പിന്നെ കക്കൂസ് അങ്ങോട്ട് അടുക്കള തീർന്നാലൊക്കെ സമാധാനമായല്ലോ. ഇവിടെ തീർന്നിട്ടിയാൽ പിന്നെ ഇപ്പോൾ വയറിങ് കാര്യങ്ങളാണ്. വയറിങ് പിന്നെ ഒറ്റ ദിവസം മതി കേട്ടോ. ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ്. ആ ബോർഡ് വെക്കാനും പിന്നെ ബൾബുകൾ വെക്കാനും അങ്ങനെ ഒരു ദിവസം കൊണ്ട് തീരുന്ന പണിയാണ്. പിന്നെ അനിയടൻ്റെ വർക്ക് എത്ര എങ്ങനെയാണെന്ന് അറിയില്ല. ആളെ സൗകര്യം പോലെ ദൂരത്താണ് മുകളിൽ പണി. അതിൻ്റെ കാരണം കൊണ്ടാണ് അങ്ങോട്ടത് വഹിക്കുന്നത്. അത് വെക്കാനുണ്ട്. ഇത് എന്തായാലും ക്ലാസ് നിർബന്ധമാണ്. കാരണം കാക്കയ്ക്കും പൂച്ചയ്ക്കും വണ്ടി വരാൻ പറ്റുന്ന സൗകര്യമാണ്. ഇതിനിടയിലൊക്കെ പൂച്ച വന്ന് നോക്കി നിൽക്കണം ഞങ്ങളെ. അത്രയും കിടപ്പുള്ള കാരണേ. ചെറിയ ഇതാണെന്ന് വെച്ചാൽ പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല ക്ലാസ് ഉണ്ടെങ്കിലും. പക്ഷെ ഇത് നിർബന്ധമാണ്.
ഇവിടെ വഴിക്കണൊന്നുമില്ല. പെയിന്റ് ചെയ്ത് അവിടെ പെയിന്റ് ചെയ്തിട്ടുണ്ട് വെള്ള ഏതാണ് വെള്ള പെയിന്റ് ചെയ്തിട്ടുണ്ട് അത് വന്ന് അവിടെ മറ്റടിച്ച് മറ്റടിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഇന്നലെ കമന്റിൽ പറഞ്ഞിരുന്നു, നല്ല നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കേൾക്കുമ്പോ ഭയങ്കര സന്തോഷമുണ്ട്. ഈ ടൈൽസ് അവര് ചേച്ചി പറഞ്ഞിട്ട് അവരെ വീട്ടിലുണ്ട് പറഞ്ഞില്ലേ, ഓരോ ആളെ വീട്ടില് ഇതേ ടൈലാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ അമ്മേന്റെ സെലക്ഷൻ അല്ലേ, ഇത് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. റൂമും സംഭവങ്ങളൊക്കെ കാണാൻ ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ പറയുന്നുണ്ട് ഇത് ആദ്യം കാണിച്ചപ്പോ നമുക്കൊരു ഇത് തോന്നിയിരുന്നില്ല, ഇപ്പൊ വർക്കൊക്കെ വന്നതിന് ശേഷം ടൈലും കാര്യങ്ങളൊക്കെ വന്നപ്പോ ഇനിയിപ്പൊ നമുക്ക് ബോർഡിലൊക്കെ വെക്കണ്ട, അതിപ്പോ നടക്കണ കേസ്. അതൊരുപാട് ഒരു 60,000 ഇഞ്ഞും വേണ്ടി തോന്നല്ലേ. പിന്നെ അതാണ് ഇവിടെ അത് നമുക്ക് വിൽക്കാം, സമയം ഇത്ര ആയില്ല, ഇനിയിപ്പോ വെക്കാം നമുക്ക്. ഇതും ഇല്ലാത്ത കൊറേ ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ ഇതില്ലാത്ത. ഇത്രയും സൗകര്യത്തില് കിട്ടിയതിനോട് ദൈവത്തിനോട് നന്ദി പറയാ അല്ലേ. ഇത്രയും സേഫ് ആയിട്ട് നിങ്ങളുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രയും എത്തിയത്. ആയി കിട്ടിയത് നമ്മള് വിചാരിച്ചതിലപ്പുറം കിട്ടി. എല്ലാരും നമ്മളെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങള് ചോരാത്ത നല്ല അപ്പൂസിനെയും കൊണ്ട് അമ്മേനെയും കൊണ്ട് അങ്ങനെ ഞാൻ സന്തോഷം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൂസിനെയും അമ്മേനെയും കൊണ്ട് ചോരാത്ത വീട് നമുക്ക് ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ തരാം ക്ലാസ് വരുമ്പോ കൂടെ പൊട്ടുണ്ടായിരുന്നു ആദ്യം. അപ്പൊ അപ്പൂസ് പറയുന്നത് പൊളിഞ്ഞാടും നമ്മളെ അങ്ങനെ പറഞ്ഞു. എന്നും പൊടി ഇറങ്ങാൻ സുഖല്ല എന്നും പറഞ്ഞ കാര്യമായിരുന്നു ഹാളില്. അത് പറഞ്ഞിട്ടില്ല. ഇട്ട് ഇപ്പൊ അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓന് ഇല്ലാന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കളിയാക്കാൻ വരും. കടക്കാൻ നേരത്തെ അത് പറഞ്ഞിട്ട് ഇവിടെ കച്ചറയാണ്. അമ്മ വീട് പൊളിഞ്ഞാടമ്മ പൊളിഞ്ഞിടോ ഇതുവരെ എത്തിയില്ലേ. ഇപ്പൊ അതിന്നിപ്പോ എത്രയോ ഇങ്ങനെ ആൾക്കാരെല്ലാരും സപ്പോർട്ട് ചെയ്തിട്ടാണ്, പറഞ്ഞല്ല നമ്മളെ വീഡിയോ കണ്ടെല്ലാരും പഠിച്ച തമ്പുരാനും സഹായിച്ചു. അന്ന് അടുക്കളക്ക് നേരെ പ്രശ്നം ഉണ്ടായിരുന്നത്. നമ്മള് പിന്നെ എന്താ വെച്ചാൽ നമ്മള് റീച്ചിന് വേണ്ടിട്ട് നമ്മൾ ഇങ്ങനെ പണി നീട്ടിക്കൊണ്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യില്ല. പക്ഷെ അപ്പൊ ചെയ്യണ നമ്മൾ അപ്പൊ ചെയ്യും, ബാക്കി എടുക്കണ്ടേ നമ്മൾ പിന്നെ എടുക്കും. എന്തുണ്ടെങ്കിലും നമ്മൾ ഇതിലൂടെ നേരിട്ട് നമ്മളൊരു കാര്യം ഒളിച്ചൊക്കെ നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് നമ്മളോട് ഇഷ്ടപ്പെട്ടത്. ഇഷ്ടമുള്ള കുറെ ആൾക്കാരുണ്ടല്ലോ, നമ്മളൊന്നും ഇതായിട്ട് ആരോടൊന്നും മറച്ചിട്ടില്ല. നമ്മളെ പണി അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് നീട്ടി ഇങ്ങനെ കൊണ്ടുപോയി ആക്കം പോലെ എടുത്താൽ മതി. ആൾക്കാരെ വഞ്ചിക്കണ്ടല്ലോ നമ്മള്. എന്തിനാ വഞ്ചിക്കണ്? വഞ്ചിക്കാൻ പാടില്ല. നമുക്ക് ഇതേപോലെ ഇതൊക്കെ എടുക്കണം, ഇതൊക്കെ വെക്കണം. ഇവിടെ തട്ടേക്കണം, അടിയിൽ തട്ടേക്കണം. ഇവിടെ മറ്റെന്തായാലും പേരറിയാം ഈ ഇല്ലേ ഫാബ്രിക്കേഷൻ കൊണ്ടല്ലേ, അങ്ങനെയൊക്കെ വെക്കണം. എല്ലാവരും കണ്ടില്ലേ, നമുക്ക് വെക്കണം. കുറച്ച് കഴിയുമ്പോ വെക്കാം, നമ്മൾ കാണിച്ചു തരണേ. അപ്പൊ വേണ്ട തന്നെ മതിയല്ലോ. ബക്കറ്റും അരിയുള്ള പൊടികളും പൊടി ബക്കറ്റുകളൊക്കെ വെക്കാനൊക്കെ അത്രയും കിട്ടിയാൽ തന്നെ വലിയ ആശ്വാസമാണ്. കാരണം അതൊക്കെ നമ്മൾ ഇപ്പോഴും എന്നൊക്കെ ഇടങ്ങാറാക്കിയാ വെക്കുന്നത്. അപ്പൊ ഇനി ഇവിടുന്ന് കാണിക്കില്ല, നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം. നമുക്ക് അങ്ങോട്ട് പോകാട്ടോ. നല്ല എത്ര പെട്ടെന്നായത് അല്ലേ. ഇത്ര പെട്ടെന്നായി. ഫസ്റ്റ് തന്നെ നമ്മള് കാണിച്ചില്ല, എല്ലാവർക്കും മനസ്സിലായിണ്ടോ. ഫസ്റ്റ് നമ്മള് വാങ്ങിയതാണ് നമ്മളെ സോഫയ്ക്ക് കവർ കേട്ടോ. അല്ല ഇത് നമ്മളടുത്ത് ഉണ്ടായിരുന്നു, പക്ഷെ അത് ഇങ്ങനെ ആവുമ്പത്തിന് പോവാണ്. ഇതൊന്നും വെക്കേണ്ട ആൾക്ക് ഇച്ചല്ല, പക്ഷെ ഞങ്ങള് മേടിച്ച ആള്. പിന്നെ എന്താ പ്രത്യേകം പറയാനുള്ള വെച്ചാൽ ഒരു വീട്ടമ്മ നടത്തുന്ന സംരംഭം, ഒരു വീട്ടമ്മേന്റെ അടുത്ത് നമ്മളിത് വാങ്ങിയത്. അതെ, നമ്മളെ പോലെ ഒരു വീട്ടമ്മ ആണ് ഇത് ഉണ്ടാക്കണത് കേട്ടോ. അങ്ങനെയാണ് നമ്മളടുത്ത് ഇപ്പൊ ഈ സാധനം എത്തിയിട്ടുള്ളത്. പോലെ കോണ്ടാക്ട് നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും എല്ലാവർക്കും സോഫ കവർ സോഫ തന്നെ ഉണ്ടാവില്ല ആൾക്കാരെ വീട്ടില്. സോഫ കാണാത്ത ആൾക്കാരുണ്ടാവും, സോഫയിൽ ഇരിക്കാൻ എല്ലാവർക്കും കഴിയില്ലല്ലോ. നമ്മളൊരു സ്വപ്നാണ്. അപ്പൊ എല്ലാവരുടെ കയ്യിലും ഉണ്ടായിക്കോളണമെന്നില്ല. അപ്പൊ ആരെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ കവറൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കണ്ടെന്ന് മേടിച്ച് എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. നമ്പർ എന്തായാലും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. സോഫ കവർ ഇൻസ്റ്റാഗ്രാം പേജ്, അതിനാണ് ഞങ്ങൾ വാങ്ങിയത്. അപ്പൊ ഞങ്ങളെ സോഫ കവർ എല്ലാരും കണ്ടിട്ടുണ്ടാവും. അതിങ്ങനെ വെക്കാതെ എങ്ങനെ നീങ്ങും? ഇത് കാലത്ത് അത് നേരിട്ട് കിടക്കൂല. കാരണം വിരിക്കുമ്പോ ഭംഗിണ്ടാവും, ഇരുന്ന് കഴിഞ്ഞാൽ അല്ല ചേച്ചി ഇതൊക്കെ ഇതിന്റെ ഇടയിൽ കൂടെ വെക്കാനുള്ളല്ലേ. എനിക്കറിയില്ല, ഇത് നമ്മള് നോക്കട്ടെ കേട്ടോ. അപ്പൊ ഇതിന്റെ ഒപ്പം ഉള്ളതാണ്. അപ്പൊ എന്തായാലും നമ്മൾ ഈ സോഫ കവർ നോക്കിയ പോലെ ഇത് അത് ഇവിടെ കൂടെ വെക്കാനുള്ളതാണ്. ഒരളവൊക്കെ എടുത്ത് വെക്കാട്ടോ. ഈ സൈഡ് കൂടെ അതൊക്കെ ഉണ്ടോ? ഇത് കിട്ടിയപ്പോ തന്നെ ഞങ്ങളൊന്ന് വിരിച്ചിട്ടതാണ്. പിന്നെ അത് കാണിക്കാൻ വേണ്ടിട്ട് പെട്ടെന്ന് വിരിച്ചതാണ്. കറക്റ്റ് ആക്കി ഫിറ്റ് ആക്കി വെക്കണം. ഇത് ഇത്രേ ഉള്ളൂ. ഇതൊന്നും ആവൂല. അപ്പൊ ഇത്ര ഉണ്ടാവും. അത് ഇതിങ്ങനെയല്ലേ വെക്കപ്പോ ഇതെവിടെ വെക്കൊന്ന് നമ്മൾ നോക്കി നമുക്ക് അറിയില്ല. നമുക്ക് ഓരോട് ചോദിക്കട്ടെ, ഞങ്ങൾ ഓരോട് ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് എവിടെ വെക്കേണ്ടതൊക്കെ.
നമ്മളിത് ആദ്യമായിട്ട് കാണല്ലേ, മനസ്സിലാവില്ല. നല്ല സേഫ്റ്റി ആണ് കേട്ടോ, നല്ല സോഫ്റ്റ് ആണ്. എന്താ ലൈക്ര തുണിന്താ? ലിക്ര പറഞ്ഞ തുണിയാണ് കേട്ടോ. ലിക്ര എന്നാ ശരിക്കും കറക്റ്റ് വായിക്കാവോ. നല്ല സേഫ്റ്റി ഉണ്ട്. ബാക്കിൽ നല്ല അലാസ്റ്റിക് വെച്ചിട്ട് അവിടെ പിടിച്ചിട്ട് അതേപോലെ ഇവിടെ അലാസ്റ്റിക് ആണ് കേട്ടോ. അത് പിടിച്ചു നിൽക്കാന്. പിന്നെ കയറ് വെച്ചിട്ട് നമുക്ക് അവിടെ പിടിച്ച് കെട്ട് ചെയ്യാം. അപ്പൊ ഒരു കാരണവശാലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവുകയും ചെയ്യില്ല. നമുക്ക് ഇരിക്കാൻ കിടക്കാൻ എന്തും ചെയ്യാം കേട്ടോ. പിന്നെ ഓൻ ചിലപ്പോ ചെക്ക് ചെയ്ത് നോക്കിയാൽ ഓന് നല്ല ഐഡിയ ഉണ്ടാവും എന്താ സംഭവം. അതൊക്കെ ഇവിടുന്ന് കാണാനാണ് ലുക്ക്. പക്ഷെ നമ്മള് ബ്ലാക്ക് ആണ് കേട്ടോ വാങ്ങിയത്. നമ്മള് ബ്ലാക്കാ വാങ്ങിയത്. പല കളറുണ്ട്. പിന്നെ സോഫ കവർ മാത്രം എവിടെ നോക്കി നോക്ക്. ദിവാൻ കോട്ട് ഉണ്ട്, കുഷ്യൻ കവർ ഉണ്ട്, ബെഡ് കവർ ഉണ്ട്, അങ്ങനെ ഉള്ള ഇതൊക്കെ ഉണ്ട്. അപ്പൊ ആരെങ്കിലും ഒക്കെ ഇങ്ങനത്തെ നമ്മളെ പോലെ സോഫയ്ക്ക് കവർ ഇല്ലാതെയൊക്കെ വാങ്ങി സോഫ ഉള്ള കവർ വാങ്ങാൻ വെക്കുമ്പോൾ ഇവിടുന്ന് വെച്ചൊന്ന് സപ്പോർട്ട് ചെയ്യാം. ഒരു ഉപകാരം ആയിക്കോളും, നിങ്ങൾക്കൊരു ആവശ്യം ആയിക്കോളും, പ്രയോജനപ്പെട്ടോളും. പിന്നെന്താ വെച്ചാൽ ഒക്കെ ഓൺലൈനിൽ പോലെ ഫോം വിളിച്ച് വന്നിട്ട് ഒരു അളവൊക്കെ അപ്പം തന്നെ എടുക്കും. പിന്നെ ഒരു വീട്ടിലേക്ക് നമ്മൾ പോസ്റ്റ് അയച്ചു തരും. നമ്മളത് കറക്റ്റ് ആണ്, കണ്ടില്ലേ? അവരോട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ ഇത് ഇങ്ങനെയാണ് സോഫ. ഇവര് കറക്റ്റ് ലെവലാണ് കിട്ടുന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മളിതാ ഓരോ സാധനമായിട്ട് അപ്പൊ അതിന്റെ കോലുമുട്ടായി നമ്മൾ ഓരോരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ നമ്മളെ സൗകര്യം പോലെ നമുക്ക് എന്താ പറയാ നമ്മള് ഇങ്ങനെ വാങ്ങി വെക്കൂട്ടോ. ഓരോന്ന് അടുക്കളേക്ക് ഇങ്ങനെ വാങ്ങി വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ വാങ്ങി വെക്കുകയാണ് കേട്ടത്. ഇതിന് 300 ചില്ല ഫ്ലിപ്കാർട്ടിൽ വാങ്ങിയത് 300 സംതിങ് ആയിട്ടുണ്ട്. ഇതിന് ഇത് കണ്ടോ ബോട്ടിലാണ് കേട്ടോ. നമ്മളെ പൊടികളൊക്കെ ഇട്ട് വെക്കാനുള്ള ബോട്ടിലാണ്. ഇത് 12 ബോട്ടിലുണ്ട് കേട്ടോ. ഇത് കടുക്, ഉലുവ, അങ്ങനത്തെ ഏതാണ് ബോട്ടിൽ? ഏതാണ് ഗ്ലാസ്? അല്ല ഗ്ലാസ് അല്ല, ഇതിന്റെ പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിലാണ്. വേറെ പോലെയാണുള്ളത്. ഗ്ലാസിന്റെ പോലെ ഉണ്ടല്ലേ. അപ്പൊ കൊറേ വലിയ മുളകൊന്നും പൊടിച്ചു കൊടുത്താല് എന്റെ അടുത്ത് കണ്ടില്ലേ വലിയ വലിയ ബോട്ടിലാണ് ഞാൻ ആക്കി വെക്കുന്നത്. അപ്പൊ അത് ഒന്നായിട്ട് അടുക്കളേക്ക് എടുക്കാതെ ഈ ചെറിയ ബോട്ടിലാക്കിയിട്ട് എടുക്കുമ്പോ നല്ല പാകമാവും. 12 ഉണ്ട് കേട്ടോ. ഇത് ഇപ്പൊ 12 വാങ്ങിയിട്ടുള്ളൂ. ഇന്ന സാധനങ്ങൾ വരുമ്പോൾ കുറച്ചുകൂടി വാങ്ങാം. അപ്പൊ ഇത് ലാഭമാണ് ഈ സംഭവം. 12 ബോട്ടിൽ നല്ല ഉറപ്പുണ്ടേ കണ്ടോ. അമർത്തലൂടെ വരുന്നില്ല, അത്രയ്ക്ക് നല്ല വിലയുണ്ട്. അപ്പൊ ഇപ്പൊ ഓൺലൈനിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മളെ ഇവിടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ എത്ര പൈസക്കൊന്നും കിട്ടൂല. നല്ല പൈസ കൊടുക്കേണ്ടി വരും. ഞാൻ എന്തോന്നൂടി വാങ്ങിണ്ടല്ലോ. പാറുസേ പാറുനെ കണ്ടിട്ട് കുറച്ച് ആൾക്കാർ വാ വേണ്ടേ വാ. ഓ ഉറങ്ങി നീച്ച് വരട്ടെ. പാറു ഉറങ്ങി നീച്ച് വരാണ്. എന്താണ് പേര്? പാറു കുഞ്ഞോളെ വാ. കുഞ്ഞോളെ വാ. ഇത് കണ്ട പൊന്നെ, ഇത് കണ്ട ഉറങ്ങി നീച്ചേരാ. കുറച്ചു നേരം വെള്ളം കൊടുക്കണ്ടേ? എടുത്തിട്ട് കൊണ്ടാക്കണം, എല്ലാ വെള്ളം കുടിക്കോള്. എടുത്ത് കൊടുത്തിട്ട് കാട്ടി കൊടുക്കണം. അപ്പോൾ വെള്ളം കുടിക്കും. അപ്പൊ എനിക്ക് ഇങ്ങനത്തെ ബോട്ടില് ഇത് നല്ലൊരു സംഭവമായില്ലേ. കടുകും ഉലുവ ജീരകം അങ്ങനത്തെ ഇതൊക്കെ ഇടാം. പിന്നെ പൊടികൾ കുറച്ച് പൊടികളൊക്കെ ആക്കാൻ, മഞ്ഞൾ, മല്ലി, മുളക്, ചായപ്പൊടി അതൊക്കെ ഇങ്ങനെ ആക്കിങ്ങാണ്ടൊക്കെ പെട്ടെന്നൊക്കെ എടുക്കാൻ പാകത്തിന് കുറച്ച് എടുക്കാൻ പറ്റും. അതാട്ടോ. ഇനി വേണം കേട്ടോ അടുക്കളയ്ക്ക് സാധനങ്ങൾ. എങ്ങനെ ഇങ്ങനത്തെ പാത്രങ്ങൾ വാങ്ങിയാലും നമ്മൾ എന്തെങ്കിലും ഭാരമുള്ള കുപ്പികൾ ആക്കി വെക്കില്ല. അതൊരു പതിവാണ്. ഇനി വേറെന്താ ഒന്നുകൂടി ഉണ്ടല്ലോ കൊണ്ടുവരും കാണിച്ചെടുക്കുക വാങ്ങിയതൊക്കെ. എന്തായാലും കാണും ഇപ്പൊ കണ്ടിട്ട്. പിന്നെ എല്ലാവരും ഇപ്പൊ കാണിച്ചു തന്നിട്ട് ലാസ്റ്റ് വെച്ച് ഞാൻ ഇന്നലത്തെ വീട്ടിൽ പറഞ്ഞില്ല, നമുക്ക് ഒളിച്ചിക്കണ പരിപാടില്ല, അപ്പൊ കാട്ടി കൊടുക്കണം. അതാണ് നമ്മളത്. അപ്പൂസേ എന്താ പാടെ? എന്താ അടച്ച് വെച്ചത് കാണാൻ നല്ല ഭംഗിയുണ്ടാവില്ലേ. ഇത് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ കവർ നിർത്തിട്ടൊന്നുമില്ല കേട്ടോ. കാണുമ്പോ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാന്ന് വിചാരിച്ചിട്ട് ഇത് കവർ തന്നെ ആക്കിങ്ങാണ്ട് അങ്ങനെ വെച്ചതാണ്. സംഭവം നമ്മൾ ഓർഡർ ചെയ്തത് ഫസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഒരു കവർ മാത്രം എടുത്തുകൊണ്ട് നോക്കിയാണ് അങ്ങനെ തന്നെ വെച്ചതാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് അങ്ങോട്ട് കാണാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ വെച്ചതാണ്. അപ്പൊ സംഭവം സെറ്റാണ്. എന്തോ നോക്കണം അവിടെ. ഇവിടെ എന്തോ ജന്തുവിനെ കണ്ടിട്ടുണ്ട്. എന്ത് പ്രാണിനെ കണ്ടാലും വിടൂല കേട്ടോള്. എന്താ കടത്ത അടിപൊളിയല്ലേ അമ്മ? അമ്മ താഴ്ന്ന തന്നെ പറഞ്ഞിട്ടില്ലല്ലോ ആ സാധനം സോഫയമേല് വെക്കണതാന്ന്. ഞാൻ കാര്യം മനസ്സിലായത്.
ശരിയായിട്ട് നിക്കാൻ വേണ്ടിട്ടാണ്. ആ ഞങ്ങൾക്ക് രണ്ടാക്കും മനസ്സിലായില്ല. ആ കോർണറിൽ വെക്കാം. ആ സിജി ആ കോർണറിൽ വെക്കാനാണ് അപ്പോഴാണ് വൃത്തിൻ്റെ ആണോ ഈ രണ്ട് കോർണർ. എണ്ണം തെറ്റിയോ? പാറൂസെന്നെ എല്ലാരും ചോദിക്കണ്ട്. ഇവിടെ വാ. എന്താ പരിപാടി? പറഞ്ഞ അപ്പൊ അതിന്റെ ഉള്ളിൽ എന്താ നോക്ക? നമുക്ക് വായക്കല്ലേ വെട്ട. ഈ ചവിട്ടി പറഞ്ഞാല് ഇത് കളറ് അത്രയും നല്ല കളറില്ല, എന്നാലും കുറഞ്ഞ റേറ്റിന്റെ കേട്ടോ വാങ്ങി. കുറഞ്ഞ റേറ്റിന്റെ അതാട്ടോ. ഇത് ഇങ്ങനെ കുറഞ്ഞ റേറ്റ് പറഞ്ഞാൽ എന്താ അറിയോ, നമുക്ക് എപ്പോഴും ഇട്ട് ചവിട്ടാന് അടുക്കള ഭാഗത്തൊക്കെ കൂടെ ഒക്കെ ഇട്ട് ചവിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കുറഞ്ഞത് വാങ്ങിയത്. പക്ഷെ എന്നാലും ഇത് സംഭവം നല്ല കട്ടിയൊക്കെ ഉണ്ട്. 100 അല്ലേ 100 എത്ര ഒന്നിനല്ല ഒന്നിനല്ല. ഞാൻ കാണിച്ചാല എണ്ണം 1 2 3 4 നാലുള്ളൂ 5. ഇത് പിന്നെ 5 അഞ്ചെണ്ണം അങ്ങനത്തതും ഒരെണ്ണം നീളത്തിലും. അപ്പൊ നമുക്ക് അടുക്കളേന്റെ അവിടെയൊക്കെ എപ്പോഴും നമ്മൾ എങ്ങനെ നോക്കിയാലും നമ്മള് ഇത് 4 എണ്ണം ഉള്ളൂ. ഇത് 4 എണ്ണം. ഇത് 2 സെപ്പറേറ്റ്. ഇതും അതുമാണ്. ഇത് 4 എണ്ണം. ഇത് 4ഉം ഇതും ഇതിങ്ങനെ സെപ്പറേറ്റ്. ഇതെന്താ വെച്ചാ കുക്കിംഗ് നടത്തി വെള്ളം വിടൂലേ, അപ്പൊ അവിടെ വിൽക്കാം. അവിടെ ഇങ്ങനെ വെക്കാം. അടിപൊളി. അങ്ങനെ ഒരുമിച്ച് രണ്ട് ഭാഗമാക്കിയാണ് വാങ്ങിയതാണ്. അപ്പൊ അതാ പറഞ്ഞത്, കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങി വെക്കണേ. ചെറുത് കേട്ടോ. എന്താ ഒച്ച പൂച്ചന്റെ കൂടെ ആണടാ മോളിന്ന് പാറു വരുന്നില്ലല്ലോ. പാറൂസെ തട്ട് 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 ആ തട്ട് തട്ടടി. എന്തൊക്കെ ഉഷാറില്ലാത്ത തട്ടിക്ക. ഇത് കണ്ടത് എന്തായാലും വരുമല്ലോ. ഇന്നെന്താ ഉറങ്ങി നീച്ചിട്ടല്ലേ? ഉറങ്ങി നീച്ചിട്ടാ എന്താ പറ്റിയ പാറോ? ഉറങ്ങി നീച്ചിട്ടാ ചേച്ചി. അതിനെ കൊണ്ട് വെള്ളം കൊടുത്താ ഉഷാറില്ല. അതിനെ കൊണ്ട് വെള്ളം കൊടുത്താ മഞ്ഞളി പൊന്നെ വെള്ളം കൊടു. എന്താ പറ്റിയ? ഇത് സുഖമില്ലാത്തണക്ക്. ഇതൊരു സുഖമില്ലാത്തണക്ക്. സുഖല്ലേ? സൂചിരിക്കാനായിട്ട് പറഞ്ഞു. നാളെ പോണ്ടേ? രണ്ടാമത്തെ വാക്സിൻ നാളെ പോവുകയാണെങ്കിലേ വെള്ളം കുടിച്ചാ നോക്കിയേ. ക്ലാസ്സിലപ്പോ വെള്ളം കുടിക്കട്ടോ. ഞങ്ങളൊക്കെ ക്ലാസ്സിൽ വെള്ളം കുടിക്കണ കണ്ടിട്ട് ഇപ്പൊ ഗ്ലാസ്സിൽ വെള്ളം അപ്പൊ കിട്ടണം കേട്ടോ. അപ്പൊ ഇങ്ങനെ നോക്കും വെള്ളം. അങ്ങനെ ക്ലാസ്സിൽ വെള്ളം കൊടുത്തപ്പോ ഇപ്പൊ ഗ്ലാസ്സിൽ പാത്രത്തിലൊന്നും വെള്ളം വേണ്ട. അങ്ങനെയൊക്കെ ഒരു സ്വഭാവം തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ. ഇതില് കൊടുത്താൽ കുറെ വെള്ളം കുടിക്കുന്നുണ്ടാവും. കുപ്പി ഗ്ലാസ്സിലെ വെള്ളം കുടിക്കുന്ന അപ്പൊ ഇനി നമ്മളെ ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. എന്നും പതിവ് പോലെ നമ്മളെ വൈകുന്നേരം സമയമാവാനായി മേൽക്കെഴുകാനും വിളക്കഴിക്കാനൊക്കെ ഉള്ള തിരക്കായി. അപ്പം ഇനി നാളെ നമ്മൾ പുതിയ വിശേഷമായിട്ട് വരാം കേട്ടോ. എല്ലാവർക്കും ബൈ.